ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ആർക്ക് സർവൈവൽ ഇവോൾവ്. ഗൈസ്, അപ്പോൾ നമുക്കുണ്ടല്ലോ ഇന്നൊരു ട്രൈക്കിനെ പിടിക്കണം. കാരണം നമ്മുടെ ഈ പാരസോറിന് വെച്ചിട്ട് എനിക്ക് ഇതൊന്നാണ് നമ്മുടെ നാർക്കോബറി ഇല്ലേ, അത് അധികം കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ റെഡ് ബുട്ട്സിൻ്റെ ഉള്ളിൽ കയറുമ്പോണ്ടല്ലോ വമ്പൻ ലാഗാണ്. എൻ്റെ മോനെ ഒരു രക്ഷിതാത്ത ലാഗാണ് ഈ സാധനത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. അപ്പം ഞാൻ എന്തായാലും ഒന്ന് പുറത്തിറങ്ങി ഈ ഒരു ഏരിയയിൽ ഫുള്ള് നമുക്കൊന്ന് അരിച്ച് പെറുക്കണം. പിന്നെ നമ്മുടെ ലിപ്പുള്ളത് അസൻഡൻറ്റ് ബോയ് ആണ്. അപ്പോൾ അത് 115 എന്തോ ഡാമേജ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ക്രോസ് ബോ പണിയുന്നില്ല, നമ്മുടെ സ്മിത്തിലിട്ട് പണിയൂലേ, അപ്പോൾ അതെന്തായാലും ഞാൻ പണിയുന്നില്ല. ഇനിയിപ്പോൾ കൂടുതലും നമുക്കിത് വന്നിട്ടുണ്ട്, ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ഗിഫ്റ്റ് എന്താ നോക്കാം. ഇതെന്താ സാധനം? എന്തോ ഒരു മുട്ട വറുത്താ പോകുന്നു, അതേപോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, നമുക്കപ്പോൾ നേരെ ഒരു ട്രൈക്കിനെ പിടിക്കാൻ പോവാം. അതുപോലെ തന്നെ ഞാൻ ലോ ലെവലാണ് കൂടുതൽ നോക്കുന്നത്. കാരണം ഹൈ ലെവൽ നോക്കി നമ്മുടെ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല. ലാഗ് കണ്ട, ഗ്രാഫിക്സ് ഫുള്ള് കുറവാണല്ല. എന്നിട്ട് എനിക്ക് മനസ്സിലായി എന്താണ് ഇത്ര ലാഗെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഈ ഇരി വേൾഡ് കൊണ്ടാണോ? എനിക്കറിയില്ല. എന്തായാലും ആവട്ടെ, നമുക്കെന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോവാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനൊരു ലോ ലെവൽ ഒരു ട്രൈക്കിനെ കണ്ടുപിടിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഭയങ്കര ചെറിയൊരു എപ്പിസോഡ് ആയിക്കോളൂ. എനിക്ക് അതാ നിൽക്കുന്നത് ആ ട്രൈക്ക് ഒരു 30 ലെവലെങ്കിലും ആയ ഭാഗ്യം. 120 അല്ലേ? ഇവൻ്റെ അടുത്തിട്ട് കാര്യമില്ല. കാരണം ഇവൻ നമ്മളിപ്രാവശ്യം എന്തായാലും ട്രാപ്പൊന്നും സെറ്റാക്കുന്നില്ല കേട്ടോ. ട്രാപ്പൊന്നും സെറ്റാക്കാണ്ടാണ് നമ്മൾ ടൈമാക്കാൻ പോകുന്നത്. ലാഗ് നോക്കിയേ, ഷോ ലാഗും വെച്ചിട്ട് ഞാൻ പോയി പിടിക്കണം, എല്ലാത്തിനെയും പിടിക്കണം. അവിടെ ഒരെണ്ണമുണ്ടല്ലോ, അത് എത്ര ലെവൽ നോക്കട്ടെ, ഒരു മിനിറ്റ്. ലെവൽ 10. ലെറ്റ്സ് ഗോ. ഇതിനെ തന്നെ മതി നമുക്ക് ഗൈസ്. അപ്പോൾ ഒരു ലെവൽ 10 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിനെ തന്നെ അങ്ങോട്ട് ടൈമാക്കി വെക്കാം. പാസീവാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. തേടിയ വള്ളി കാലി ചുറ്റി. 1. ഓക്കെ, 1 നോക്കാവണ്ടേ? നോക്കായി ഗൈസ്. കുഴപ്പമില്ല. എന്തായാലും നോക്കായിട്ടുണ്ട്. ടൈമിംഗ് എഫിഷ്യൻസി 32 പോയിൻറ്റ് സംതിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ബെറീസ് വേണം. അപ്പോൾ നമ്മൾ കുറച്ച് ബെറീസ് പറക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ചെറിയൊരു എപ്പിസോഡ് ആയിക്കോളൂ. ഞാൻ എന്തായാലും ഇത് ഓഫ്ലൈനിൽ പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേണ്ട, എന്തായാലും കിടക്കട്ടെ സാധനത്തിന്. പിടിക്കെന്തായാലും ചുമ്മാ കാണിച്ചാലും കൊടുക്കാമല്ലോ. ഓക്കെ, നമ്മൾ ബെറീസ് അധികം നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്, കുറച്ചധികം കളക്ട് ചെയ്യുന്നുണ്ട്. മെജോബറി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം മെജോബറിയാണ് കണ്ട ഒറ്റയടിക്ക് 50 വെച്ച് കയറിയുണ്ട. മെജോബറിയാണ് ഏറ്റവും നല്ലത്. എടുത്ത് ഫസ്റ്റ് ഇടട്ടെ. അപ്പോൾ നെക്സ്റ്റ് ഒരു ഇതിലൂടെ നമ്മുടെ ട്രൈക്ക് അങ്ങനെ ടൈം ആവുന്നതായിരിക്കും. ഇന്നത്തെ എപ്പിസോഡും പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു ചെറിയ എപ്പിസോഡാക്കിയിട്ട് ഇടാനാണ് ഇന്ന് പ്ലാൻ ആക്കിയത്. എന്തായാലും കുഞ്ഞൊരു എപ്പിസോഡ് ആയിക്കോളും ഇന്നത്തെ ഗൈസ്. ഇനി വരുംതോറും നല്ല നല്ല എപ്പിസോഡായിട്ട് വരാം. കാരണം ഇപ്പോൾ നമുക്ക് റിസോഴ്സിന് വേണ്ടിയുള്ള കുറച്ച് ഡൈനോസ് നമുക്ക് ടൈം ആക്കാനുണ്ട്. ഞാനപ്പോൾ ഇതൊന്ന് വേഗം ടൈം ആവട്ടെ. ഓക്കെ, ടൈം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ഏരിയയിൽ കൊണ്ടുപോയിട്ട് ഇവനെ ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിർത്തണം ഇവനെ. അതാണ് മറ്റൊരു ടാസ്ക്. കാരണം ഇതൊന്നാമത് ലോ ലെവലാണ്. അപ്പോൾ വേറെ ഡൈനോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണിയാണ്. അപ്പോൾ അവൻ എന്തായാലും ഇതിൻ്റെ മുകളിൽ വരട്ടെ. അവൻ പയ്യെ നടന്ന് വരുള്ളൂ ട്രൈക്ക്. അതാണ് വേറൊരു പ്രശ്നം. പയ്യെ അവൻ നടന്ന് ഇങ്ങോട്ടേക്ക് വരട്ടെ. എന്നിട്ട് നമുക്ക് നേരെ അതിൻ്റെ മുകളിൽ കൊണ്ടുപോകണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തായാലും ഇനി അങ്ങോട്ടേക്ക് കുറച്ച് റിസോഴ്സ് കളക്ട് ചെയ്യാൻ പറ്റിയ ഡൈനോസിനെ പിടിക്കും. പിന്നെ അതുപോലെ തന്നെ ലക്കി നമുക്ക് കിട്ടിക്കാൻ നമ്മൾ എന്തായാലും ടൈം ആക്കുന്നതായിരിക്കും. അത് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നെക്സ്റ്റ് എപ്പിസോഡ് ചിലപ്പോൾ ലക്കിന് ഒരു കാറിനെ കിട്ടിക്കാനേ അത് ടൈം ആക്കും. നമുക്കൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. മുകളിലോട്ട് വരട്ടെ അവൻ. ഇതിൻ്റെ മുകളിൽ കൊണ്ടു നിർത്തണം അവനെ, അല്ലെങ്കിൽ ഈ ടാസ്ക്കാണ്. ഓക്കെ, പാസീവ് സ്റ്റോപ്പ് ഓൾ. ഓക്കെ, നമ്മൾ സ്റ്റോപ്പ് ഓൾ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം നമുക്ക് നമ്മുടെ ബേസിലോട്ട് പോവാം. ബേസിലോട്ട് പോയിട്ട് പിന്നെ റീകോൾ ചെയ്യാം, സാഡിൽ പണിയാം. ഓക്കെ, നമ്മുടെ ട്രൈക്ക് അങ്ങനെ എത്തിയിട്ടുണ്ട്. പാസീവ് സ്റ്റോപ്പ് ഓൾ. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നമുക്ക് ട്രൈക്കിൻ്റെ സാഡിൽ പണിയണം. ട്രൈക്കിൻ്റെ സാഡിൽ എത്രയിലാണ് അൺലോക്ക് ആകുന്നത് നോക്കട്ടെ. ഇവിടെ ഒരു ഉണ്ടല്ലോ. ഓക്കെ, ലെവൽ 14 നമ്മുടെ ട്രൈക്കിൻ്റെ സാഡ് അൺലോക്ക് ആവും. എന്തൊക്കെ ആവശ്യമുണ്ട് നമുക്ക്? ഹൈഡ്, ഫൈബർ, വുഡ്. ഓക്കെ, ഞാനപ്പോൾ എന്തായാലും നമ്മുടെ സാഡിൽ ടപ്പ് ചെയ്ത് പോയിട്ട് കളക്ട് ചെയ്ത് വരട്ടെ. എന്നിട്ട് നമ്മുടെ പാരസോറും ട്രൈക്കിനെ പറ്റി ഒരു ചെറിയൊരു കമ്പാരിസൺ അല്ല, ചെറിയൊരു ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രൈക്കിന് ആവശ്യമുള്ള എല്ലാം നമ്മുടെ സ്റ്റോറേജിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ പോവേണ്ടി ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അത് ക്രാഫ്റ്റ് ചെയ്യാം. ക്രാഫ്റ്റ് ചെയ്തിട്ട് ബാക്കി ഫുള്ള് ഇതിനകത്തോട്ട് തന്നെ ഇട്ടേക്കട്ടെ കേട്ടോ. ഓക്കെ, ഫുള്ള് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി തുറക്കട്ടെ. ഡോറ് തുറന്നു. നമ്മുടെ ട്രൈക്കിൻ്റെ മേത്ത് നമ്മൾ സാഡ് ഇട്ട് കൊടുത്തു. എക്യുപ്പ്. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ ട്രൈക്കിൻ്റെ മേത്ത് കയറിക്കട്ടെ. ട്രൈക്കൊക്കെ അല്ലെങ്കിലും പണ്ടേ കില്ലാടി തന്നെയാണ്.
ട്രൈക്കിന് ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൈക്കിനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തോട്ട് ആരും വരില്ല. അതിപ്പോൾ ലോ ലെവലാണെങ്കിലും എത്ര നല്ല കുറഞ്ഞ ലെവലാണെങ്കിൽ പോലും അങ്ങനെ ഒരു ഉപകാരമുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പാരസോറിനെ കൊണ്ടുപോകണം ട്രൈക്കിനെ. ഒരു മിനിറ്റ്, ഫോളോ ട്രൈക്ക് നമ്മൾ ഫോളോ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പാരസോറിനെ കൊണ്ട് നമുക്കൊരു സ്ഥലത്തോട്ട് പോവാം. ഇതിൻ്റെ പുറത്തോട്ട് കിടക്കട്ടെ, ചെടിയുള്ള സ്ഥലത്തോട്ട് നമുക്കൊന്ന് പോകണം. ചെടിയുള്ള സ്ഥലം ഇവിടെ വന്നിട്ടുണ്ട് ട്രൈക്ക്. ഓക്കെ, ട്രൈക്ക് വരുന്നുണ്ട് കേട്ടോ. വരട്ടെ വരുന്നില്ലേ? ഓക്കെ, ട്രൈക്ക് വരുന്നുണ്ട്. ട്രൈക്കിനെ അല്ല പാരസോറിനെ കൊണ്ട് ഓക്കെ വെട്ടൂലല്ലേ? ഇപ്പോൾ കാണുന്നില്ല എല്ലാവർക്കും? സെറ്റല്ലേ? ഓക്കെ, നമുക്ക് പാരസോറിന് വെച്ചിട്ട് നമ്മളിവിടെ വന്നു. ജസ്റ്റ് ഈ സാധനത്തിൽ ഒന്ന് കറക്റ്റ് ഇവിടെ നിന്ന് കുത്തണം. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് നീക്കി കുത്തുന്നതായിരിക്കും, കിട്ടുന്നില്ല കണ്ടില്ലേ? ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഇങ്ങാടെ നീക്കി അത് കിട്ടി. ഇപ്പം ഇവിടെ വന്നിട്ട് ഈ തലയിങ്ങാടെ നീക്കി ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ഈ സാധനം കിട്ടൂല. കറക്റ്റ് ഈ ഗ്യാപ്പ് കണ്ടില്ലേ? ഈ ഒരു ഊട്ടേ വന്ന് കറക്റ്റ് ഇങ്ങനെ കുത്തണം. അതാണ് നമ്മുടെ ദൗർത്തം വന്നിട്ടുണ്ട്. നൈസായിട്ട് ഇവനിവിടെ നിർത്തട്ടെ. ഈ ടെറർ ബേർഡിനെ ഒന്ന് ഇവിടെ നിന്ന് ഒഴിവാക്കണം. എവിടെ അവൻ പോയാ? അതാ നിൽക്കുന്നതാ. ടെറർ ബേർഡിനെ ഒന്ന് വേഗം ഇവിടെ നിന്ന് ഒഴിവാക്കട്ടെ. വാട അറ്റാക്ക് ചെയ്യണം തന്നെ. ഓക്കെ, അവന്മാരുണ്ട് കണ്ടില്ലേ? ട്രൈക്കിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ അറ്റാക്ക് ചെയ്യിക്കൊണ്ട് നിന്നാൽ ഇവന്മാരുടെ അടുത്ത് പോലും വരില്ല, തെറിച്ചിങ്ങനെ പൊക്കൊണ്ടേ നിൽക്കും. സ്റ്റാമിന തീർന്നു കേട്ടോ. സ്റ്റാമിന തീരുന്നവരേ ഉള്ളൂ ഈ ഒരു സംഭവം. തീർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ്. ഒരൊറ്റടി പോലും കിട്ടുന്നില്ല എന്ന് കണ്ടില്ല. ഒറ്റ എണ്ണം പോലും എനിക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ സ്റ്റാമിന തീരുമ്പോൾ ഇപ്പോൾ ഒരടി നമുക്ക് കിട്ടും. സ്റ്റാമിന തീർന്നു തന്നെ കഴിഞ്ഞ്. ഓക്കെ, സ്റ്റാമിന കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അടിക്കുന്നുണ്ടല്ലേ? ഗൈസ്, എന്നാലും അടിക്കുന്നുണ്ട് കേട്ടോ ട്രൈക്ക്. കൊള്ളാം. പക്ഷെ ഇവന്മാർ ചാവുന്നില്ലല്ലേ? ടെറർ ബേർഡ് വമ്പ സീന. ഇവന്മാർ ഇവിടെ നിന്ന് തീരണം. ഗൈസ്, ട്രൈക്ക് രണ്ടും കഴിഞ്ഞിട്ടുണ്ട്. ട്രൈക്കിന് സ്റ്റാമിന കൂട്ടട്ടെ. സ്റ്റാമിന പെട്ടെന്ന് തീരുന്നുണ്ട്. ഓക്കെ, തുള്ളിച്ചാടുന്നവൻ സന്തോഷം കൊണ്ടാണ്. അത് ഞാൻ പിടിക്കുന്ന ഓരോ ഡൈനോസിനും ഭയങ്കര സന്തോഷമാണ്. അതെന്തുകൊണ്ടാണ്? ഇവർക്ക് ഇവിടെ നിന്ന് കിട്ടാത്ത മീൻസ് ഇവരിങ്ങനെ കറങ്ങി നടന്ന് കിട്ടാത്ത പരിചരണങ്ങൾ മൊത്തം ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിടിക്കുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഈ നമ്മുടെ അവിടെ കിടക്കുന്ന എല്ലാ ടൈംസിനും ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ ട്രൈക്കിനെ ഞാൻ കാണിച്ചില്ല. ട്രൈക്കിൻ്റെ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതായിക്കാനാൽ പോലും ട്രൈക്കിൻ്റെ സാധനം കിട്ടും. കണ്ടില്ലേ? ജസ്റ്റ് ഇപ്പം ഇങ്ങനെ നിന്ന് മാന്തി കണ്ടില്ലേ? നമുക്ക് ട്രൈക്കിനെ വെച്ച് പെട്ടെന്ന് കളക്റ്റാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലും ട്രൈക്കിനെ പിടിക്കാൻ വേണ്ടി നിന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രൈക്കിന് വേറൊരു എബിലിറ്റിയും കൂടി ഉണ്ട്. നമ്മൾ ഇങ്ങനെ സ്പീഡിൽ വരാം. ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ നിന്നിട്ടുണ്ട്. ഈ മരത്തിൻ്റെ കൊത്തുനിന്ന് കാണിച്ചു തരാട്ടാ. 2 മരം ഉണ്ടല്ലേ? അപ്പം ഇതുമ്മ കൊത്താ ഫസ്റ്റ്. ഇപ്പം സാധാ നമ്മളിങ്ങനെ കൊത്തുമ്പോഴേക്കും നമുക്ക് കൂടുതലും 20 താച്ച് കിട്ടുന്നുണ്ടാ. താച്ച് 36 താച്ച് കിട്ടി, 3 വുഡ്. 36 താച്ചും 3 വുഡ് അല്ലേ കിട്ടുക. 20 താച്ച് 2 വുഡ്. ഇനിയിപ്പോൾ വേറൊരു സംഭവം കാണിച്ചു തരാം. ട്രൈക്കിൻ്റെ വേറൊരു എബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നോക്കട്ടെ, അങ്ങോട്ടേക്കൊന്ന് പോട്ടെ കേട്ടോ. പെട്ടെന്ന് സ്റ്റാമിന കഴിയുന്നു ഗൈസ്. അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം ഇവന്. അപ്പോൾ നമ്മുടെ ടോർച്ചും കഴിയാറായല്ലോ. ടോർച്ച് തീർന്ന്. ഒരു മിനിറ്റ്, ടോർച്ച് റിപ്പയർ ചെയ്യാൻ വുഡ്, ഫ്ലിൻറ്റ്, സ്റ്റോൺ അത്ര ഐറ്റംസ് മതി. ഞാൻ ഒരു വേഗം പോയിട്ട് ഇത്തിരി ഫ്ലിൻറ്റ് കുത്തിയെടുക്കട്ടെ. വുഡ് നമ്മുടെ ട്രൈക്കിൻ്റെ കിടക്കുന്നുണ്ട്. ഫ്ലിൻറ്റും സ്റ്റോണ്. ഓക്കെ, ഫ്ലിൻറ്റും കിട്ടി, സ്റ്റോണും കിട്ടി. വുഡ് എടുത്തു. ഇത് കിട്ടിയേട്ടാ, റോ ക്യാരറ്റ്. ഇനിയിപ്പോൾ നാളെ മുതൽ നമ്മൾ കൃഷി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നാളെ തൊട്ട് നമുക്ക് കൃഷീൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും നാളെ മുതൽ. ഇനിയിപ്പോൾ എന്തായാലും ടൈം കിട്ടും. കാരണം ഞായറാഴ്ച ഒരു ഗ്യാപ്പ് കിട്ടും നമുക്ക്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കളിക്കാൻ പറ്റും. നമുക്ക് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് വരാമല്ലേ? അതായിരിക്കും ബെറ്റർ. ഈ പന്തവും കത്തിച്ച് വെച്ചുകൊണ്ട് പോകുന്നത് ഇത്തിരി ടാസ്ക്കാണ് ഗൈസ്. അപ്പോൾ ഞാനിന്ന് ഉറങ്ങിയൊന്നും എഴുന്നേക്കട്ടെ. എനിക്കും നല്ല ക്ഷീണമുണ്ട്. കാരണം കുറേ ട്രാവൽ ചെയ്തല്ലേ. പിന്നെ ഇവിടെ ടെററിനെയൊക്കെ നമ്മൾ ഇതാക്കിയിട്ടപ്പോഴേക്കും ഭയങ്കര ക്ഷീണം. ലെവലപ്പ് വന്നല്ലോ ഇവന്. ഇത് ട്രൈക്കിന് വീണ്ടും ലെവലപ്പ് വന്നിട്ടുണ്ട്. ട്രൈക്കിന് വീണ്ടും നമ്മൾ സ്റ്റാമിന ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചാട്ടറാ, എൻ്റെ സന്തോഷം കണ്ടില്ല അവൻ്റെ. പൊന്നുവെല്ലാം നോക്കാം തന്നെ കേട്ടോ. ഞാൻ എന്തായാലും ഒന്ന് ഉറങ്ങി എഴുന്നേക്കട്ടെ. പാരസോർ കം ഫോളോ. ബാ പുറകെ വാ. നിങ്ങളെല്ലാവരും അവിടെ പോയി റെസ്റ്റ് എടുക്കുക. ഞാനും പോയി റെസ്റ്റ് എടുക്കട്ടെ. വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നീ ഇവിടെ തന്നെ നിൽക്ക്. പാരസോറിന് എന്തായാലും ഒന്ന് കയറ്റി പാർക്ക് ചെയ്യട്ടെ. പാസീവ് സ്റ്റോപ്പ് ഹോൾഡ്. എല്ലാവർക്കും ലെവലപ്പ് വന്നിട്ട് ലെവലപ്പ് ഓരോരുത്തർക്കായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് എന്തായാലും ചെയ്യാം. ഓക്കെ, ഞാനൊന്ന് വേഗം ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ. ലെറ്റ്സ് ഗോ. ഇതെന്തായാലും ഓൾറെഡി പണിത് നന്നായി. കാരണം ചാടി മുകളിൽ കയറി ഉറങ്ങുന്നു. 7 മണിക്കൂർ ഉറങ്ങുള്ളൂ ഞാൻ എന്തായാലും. കാരണം എനിക്ക് പണിയുണ്ട്. അപ്പം നമ്മൾ ഭയങ്കര കൃത്യനിഷ്ഠ ഉള്ള ഒരാളാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മര്യാദ ചെയ്യണം. അതുകൊണ്ട് ഞാൻ കറക്റ്റ് 7 മണിക്കൊക്കെ എഴുന്നേക്കും. നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ കൃത്യനിഷ്ഠതയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. നമ്മളൊരിക്കലും ഒരു മടി പിടിക്കാൻ പാടില്ല. എന്നെപ്പോലെ ആവണം.
എല്ലാവരും. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ട്രൈക്കിൻ്റെ മറ്റൊരു എബിലിറ്റി കാണിച്ചു തരാം. അവിടെ മറ്റേ വലിയൊരു ജീവിയൊക്കെ ഉണ്ട്. അയ്യോ, ട്രൈക്ക് ഇവിടെ നടന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും സ്റ്റാമിന കഴിഞ്ഞാൽ ഇവൻ്റെ അത് സീനില്ല. ഞാൻ എന്തായാലും നല്ല ഹൈ ലെവൽ ട്രൈക്കിനെ പിടിക്കും. ഇപ്പോഴല്ല, പിന്നെ എന്തായാലും ഞാൻ ഇതിനെ പിടിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു മരം കണ്ടില്ല, നേരത്തെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തോണ്ടിയപ്പോഴേക്കും നമുക്ക് താച്ചാണ് ഉള്ളും കിട്ടിയത്. പക്ഷേ ട്രൈക്കിൻ്റെ നമ്മൾ ലെഫ്റ്റ് ചെയ്ത് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യണം. സ്ക്രീനിൽ ലെഫ്റ്റ് ചെയ്ത് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്തിട്ട് പോകുമ്പോഴേക്കില്ലേ വുഡ് ഈ ഒരു ഫോഴ്സ് സെറ്റ് ആയില്ലേ, അതിന് വുഡ് നല്ല രീതിക്ക് കളക്ട് ചെയ്ത് താച്ച് ട്രൈക്ക് നോക്കിക്കോട്ടെ. ഇപ്പോൾ നോക്കിയേ 35 വുഡ് കളക്ട് ചെയ്ത്, മറ്റേത് 3, 5, 6 വുഡൊക്കെയാണ് നമുക്ക് കളക്ട് ആക്കുന്നുണ്ടായിരുന്ന. അതുകൊണ്ട് ട്രൈക്കിന് വെച്ചിട്ട് നമുക്ക് വുഡും അത്യാവശ്യം കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഫോഴ്സിൽ നമ്മൾ ഈ ഇവനെന്താ സോറി ഗൈസ്, ആ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഡൈനോസിന് മേത്ത് നിന്ന് എന്താണ് ഫോളോ കൊടുത്തതിനാൽ ഡൈനോസ് എവിടെ പോകുന്നു അവിടെ എല്ലാം ഇവർ വരും. ഇപ്പം ഞാൻ നേരത്തെ ട്രൈക്കിന് മുകളിൽ നിന്നല്ലേ ഇവനെ ഫോളോ ചെയ്തത്. സ്റ്റോപ്പ് പോൾ മണ്ടത്തരം കാണിച്ച് ഇറങ്ങിയിട്ട് ഫോളോ ആയിട്ട് ഇവനെ ഫോളോ 1. അപ്പോൾ അവൻ ഫോളോ ചെയ്ത് വന്നോളൂ നമ്മളിനി. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ചെറിയൊരു എപ്പിസോഡായിരുന്നു. ചെറുതെന്ന് പറയുമ്പോൾ 10 മിനിറ്റ് 15 മിനിറ്റ് ആയി. ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ 15 മിനിറ്റും ആയി. ഇതെന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു അധികം നേരം ഞാൻ റെക്കോർഡ് ആയിരിക്കില്ല. കാരണം ഇവൻ വരുന്നില്ലല്ലോടാ. ഒരു അനുസർ ഉണ്ടാന്ന് നോക്കിയേ. ഞാൻ അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാൻ അവനെ വളർത്തുന്നതാ. കണ്ട സോറി, നേരത്തെ ട്രൈക്കിനല്ല ഫോളോ ചെയ്തത്. സോറി അനുസരില്ലാത്തതുകൊണ്ടല്ല കേട്ടോ, അവൻ കേട്ട് ഞാൻ ദൂരെ നിന്നല്ല ചെയ്തത്. വാ ഫോളോ ഓക്കെ, ഇപ്പം വന്നോളൂ. ആണല്ലേ, അനുസരില്ലാത്തതുകൊണ്ടൊന്നുമല്ല, ഓവം വെറുതെ അവനെ കളിയാക്കി. വാ പോവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. കുറേ വളിപ്പും കാര്യങ്ങളൊക്കെ പറയണ്ട, അതൊക്കെ നിങ്ങൾ സഹിക്കുക. ജസ്റ്റ് നമ്മൾ കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വെച്ചാൽ അധികം വലിയ പരിപാടീസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വളിപ്പൊക്കെ പറയണ്ടല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കേട്ട് നിൽക്കണ്ടേ. അല്ലാണ്ട് നമ്മളിപ്പോൾ ഗൈസ് വന്നു, നമുക്ക് ട്രൈക്കിനെ പിടിച്ചു, അന്നത്തെ എപ്പിസോഡ് തീർന്നു, പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായിരിക്കുന്ന. ഓക്കെ, അങ്ങനെ അധികം ഞാൻ വളിപ്പൊന്നും പറയാത്ത ഒരാളാണ്. പിന്നെ ജസ്റ്റ് വണ്ണിന് വേണ്ടി ഇതാക്കിയെന്നുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വളിപ്പ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയേണ്ടതാണ്. നെക്സ്റ്റ് വീഡിയോസിലൊന്നും ഞാൻ അതുപോലെ വൃത്തിയായിട്ട് വളിപ്പൊന്നും അടിക്കാതിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിൽ നിന്നും ഞാൻ നിങ്ങളുടെ സ്വന്തം മെൻസി ഇന്നത്തെ വീഡിയോന് വിട പറയുകയാണ്. നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ. കമൻറ്റ്സ് ഇടാൻ മറക്കരുത് കേട്ടോ. ഡു കമൻറ്റ്. ബൈ.